ഇടപെടൽ KEN ഓരോരുത്തരും ആദരപൂർവം കഴുകേണ്ടത് അവരവരുടെ കാലാണ്. സ്വന്തം കാല് സ്വയം കഴുകാനാവാത്ത ഒരു രോഗാവസ്ഥയിൽ മാത്രമേ ഒരാൾ മറ്റുള്ളവരുടെ കാല് കഴുകിക്കുവാൻ പാടുള്ളൂ. കാല് കഴുകിക്കൊടുക്കുന്നവരെ അല്ല. ഒരടിയന്തര ആവശ്യവും ഇല്ലാതെ കഴുകിക്കോ എന്നും പറഞ്ഞ് ഒരു ജാള്യവുമില്ലാതെ സ്വന്തം കാല് കഴുകിക്കുവാൻ സുഖിച്ച് ഇരുന്ന് കൊടുക്കുന്നവരെയാണ് ജനായത്തൻ വിചാരണ ചെയ്യേണ്ടത്. കുട്ടികളോട് നിവർന്നു നിന്നുകൊണ്ട് മാഷുമാർ പറഞ്ഞുകൊടുക്കേണ്ടത് മഹാത്മാ അയ്യൻകാളിയുടെ കൈയും പിടിച്ച് വിദ്യാലയത്തിൽ കയറിയ പഞ്ചമി ആരുടെയും കാല് കഴുകിയിട്ടില്ലെന്ന ആത്മാഭിമാനം ത്രസിപ്പിക്കുന്ന ചരിത്രസത്യമാണ്. അധസ്ഥിത സമൂഹം സ്കൂളിൽ കടന്നിരുന്നത് ഒരു തമ്പുരാന്റെയും കാല് പിടിച്ചിട്ടല്ല, ജാതി മേൽക്കായ്മയ്ക്കെതിരെ മുഷ്ടി ചുരുട്ടിയാണ്. നവോത്ഥാന പ്രതിഭകളും പ്രക്ഷോഭകാരികളും വിധേയത്വത്തിന്റെ വഴികൾ അടച്ചാണ്, അല്ലാതെ ഒരാചാര്യന്റെയും കാലിൽ വെള്ളമൊഴിച്ചിട്ടല്ല ജീവിതത്തിൽ വെളിച്ചം വിതറിയത്. എഴുത്തിനിരുത്തിയിട്ടല്ല, ഭദ്രദീപം കൊളുത്തിയിട്ടല്ല, യാഗം ചെയ്തിട്ടല്ല, പണിമുടക്കിയിട്ടാണ് കീഴാളർ പാഠശാലകളിൽ പ്രവേശനം നേടിയത്. മഹാത്മാ അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ അടിസ്ഥാന ജനതയുടെ വിദ്യാഭ്യാസ അവകാശ സാക്ഷാത്കാരത്തിനു വേണ്ടി 1 വർഷത്തിലേറെ നടന്നത് പൂജയല്ല, പ്രക്ഷോഭമാണ്. പുരാങ്ങങ്ങളല്ല, പൊരിവെയിലത്ത് നടത്തിയ അവിരാമമായ സമരപരമ്പരകളാണ് കീഴാള ജീവിതത്തിന്റെ ജ്വലിക്കുന്ന പ്രമാണം. അതൊക്കെയും പൊളിച്ചിട്ടാണ്, അതിലൊക്കെയും വെള്ളമൊഴിച്ചിട്ടാണ് 2ാം വട്ട പാദപൂജ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കാൽക്കൽ കുനിഞ്ഞിരിക്കേണ്ടിവരുന്ന പാവം കുട്ടികളല്ല, അവർക്ക് വിമോചന ചരിത്രം പഠിപ്പിച്ചു കൊടുക്കാത്ത അധ്യാപകരാണ് കുറ്റവാളികൾ. നിങ്ങളുടെ വന്ദേമാതരങ്ങളും ഫാഷൻ പരേഡുകളും കൊണ്ടുപോയി ചുട് എന്നാണ് പ്രബുദ്ധകാലം മുമ്പ് ആവശ്യപ്പെട്ടത്. പിന്നല്ലേ കാല് കഴുകൽ? പാദപൂജ മാത്രമല്ല, ഏതു പൂജയും അതിൽ വിശ്വാസമുള്ള ആർക്കും നിർവഹിക്കാവുന്നതാണ്. അതിന്റെ ശരിതെറ്റുകളെക്കുറിച്ചുള്ള സംവാദങ്ങൾ തുടരാവുന്നതുമാണ്. എന്നാൽ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി പാദപൂജ മാത്രമല്ല, താൽപ്പര്യമില്ലാത്തവർക്ക് വിട്ടുനിൽക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു ആരാധനയും സ്കൂളുകളിലുണ്ടാകരുത്. സർവമത പ്രാർത്ഥനയുടെ പേരിൽ പോലും സ്കൂൾ അടച്ചുപൂട്ടിയ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ ആർക്കും വ്യത്യസ്ത രീതിയിൽ പങ്കെടുക്കാനും പങ്കെടുക്കാതിരിക്കാനും കഴിയും വിധമുള്ള മൗനപ്രാർത്ഥനയാവും വിദ്യാലയങ്ങളിൽ ഉചിതം. കൊസറയ്ക്കുള്ള ഒരവസരം കണ്ടെത്താൻ കാത്തിരിക്കുന്നവർക്ക് കൊത്തിത്തിന്നാനുള്ള ഒന്നും ജനായത്തം ബാക്കിവെക്കരുത്. കൊള്ളാവുന്ന കാര്യം ചെയ്യുന്ന സർവരും അധ്യാപകരടക്കം ആദരിക്കപ്പെടേണ്ടവരാണ്. കൊള്ളരുതാത്ത കാര്യം ചെയ്യുന്നവർ എത്ര വലിയ ആചാര്യരായാലും വിചാരണ ചെയ്യപ്പെടേണ്ടതാണ്. ദ്രോണാചാര്യരെ ഓർക്കുമ്പോൾ ഏകലവ്യനെ മറക്കരുത്. കാല് കഴുകിക്കും ഗുരുവിനെ സൂക്ഷിക്കണം. ഭാവിയിൽ നിന്റെ പെരുവിരൽ ചോദിച്ചേക്കാം. CS രാജേഷ്. പഴയ ഗുരുവിന്റെ പകർപ്പല്ല, പകർപ്പാവരുത് പുതിയ അധ്യാപകരെ എന്ന് തിരിച്ചറിയാത്ത ഭൂതസ്തംഭന മാനസികാവസ്ഥയിൽ അകപ്പെട്ടവരാണ് സ്വയം സൃഷ്ടിച്ച സുവർണ ഭൂതകാല മിഥ്യയിൽ വട്ടം കറങ്ങുന്നത്. ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമായ മാധവൻ, ഗുരുത്വകേടോ, അങ്ങനെ ഒരു വാക്കേ എനിക്കറിയുകയില്ല എന്ന് അമർത്തിപ്പറഞ്ഞപ്പോൾ പൊളിഞ്ഞതാണ് സർവപ്രതാപിയായ ആ പഴയ ഗുരുവിന്റെ ലോകം. പഴയ ജന്മിയല്ല പുതിയ വ്യവസായി, ശിഷ്യരല്ല വിദ്യാർത്ഥികൾ, സഹൃദയരല്ല വായനക്കാർ, ഭാര്യാഭർത്താക്കന്മാരല്ല പങ്കാളികൾ, കാമികീ കാമുകരല്ല അനുരാഗികൾ, കൂറല്ല സ്വാതന്ത്ര്യം. സാമൂഹിക വളർച്ചയിലെ തുടർച്ചകൾക്കിടയിലെ ഇടർച്ചകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാഷുമാർ വെള്ളമൊഴിക്കാൻ പാകത്തിൽ നീട്ടിവെച്ച സ്വന്തം തൃപ്പാദങ്ങൾ സ്വയം പിൻവലിച്ചിരുന്നു. കാലം മാറിയിട്ടും കാഴ്ചപ്പാട് മാറാത്തതുകൊണ്ടാണ് അവരിപ്പോഴും അമാന്ത കൊടിമരങ്ങൾ കണക്ക് ഒന്ന് തളിർക്കാൻ പോലും ആവാതെ ഒഴിച്ചോ എത്ര വേണേലും ഒഴിച്ചോ എന്ന മട്ടിൽ കാലു നീട്ടിയിരിക്കുന്നത്. 1960കളിൽ പോലും രാജസ്ഥാനിൽ രാജാവ് വാഹനത്തിൽ പോകുമ്പോൾ പ്രജകൾ സൈക്കിളിൽ നിന്നിറങ്ങി ആദരപൂർവം ശിരസ് ഭൂമിയിൽ സ്പർശിക്കുന്നതിനെക്കുറിച്ച് KN പണിക്കർ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. പൗരരായി വളരാത്ത പ്രജകളുടെ കാര്യത്തിൽ കേരളവും അത്ര പിറകിലല്ല. നാനാതരത്തിലുള്ള വിവേചനങ്ങളിലാണ് കാല് കഴുകൽ ആചാരത്തിന്റെ വേരുകൾ ആഴ്ന്നിരിക്കുന്നത്. പ്രശസ്ത സാഹിത്യപ്രതിഭയായ M. മുകുന്ദന്റെ പുലയപ്പാട്ടിലെ കീഴാളനായ ഗൗതമൻ തമ്പുരാന്മാരെ തിരിച്ചറിയുന്നത് അവരുടെ തിരുമുഖം കണ്ടിട്ടല്ല, തൃക്കാൽ കണ്ടിട്ടാണ്. തല താഴ്ത്തി നടക്കാൻ മാത്രം പരിശീലിപ്പിക്കപ്പെട്ടിട്ടുണ്ടായ ഒരു വമ്പൻ നേട്ടം. മഴവില്ല് കണ്ടിട്ടില്ലെങ്കിലെന്ത്, തമ്പുരാന്റെ മൊരിഞ്ഞ കാല് കാണാമല്ലോ. ഭൂമിപൂജ, ദേശപൂജ, പാദപൂജ തുടങ്ങി പല പ്രകാരമുള്ള പൂജകൾ, അതിൽ വിശ്വാസമുള്ളവരുടെ ആരാധന എന്ന അവസ്ഥയും കഴിഞ്ഞ് പൊതു അവസ്ഥയായി വളരുമ്പോൾ ജനായത്തം ജാഗ്രത പാലിക്കണം. ഇന്ത്യയിൽ ഇന്ന് പാദപൂജ പഴയ ഒരാചാരമല്ല, നവഫാഷിസ്റ്റ് സാംസ്കാരിക ദേശീയത നിർമ്മിച്ച സ്ഫോടന ശക്തിയുള്ള ഒരു സാംസ്കാരിക ബോംബാണ്.
ഭിന്ന പാരമ്പര്യങ്ങളുടെ കഴുത്തിലാണ് ഏകപാരമ്പര്യ പ്രകീർത്തനങ്ങളുടെ ആ ഹിറ്റ്ലർ കത്തികൾ വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. പാഠപുസ്തകം തിരുത്തലും പാദപൂജാദികളുടെ വ്യാപനവും അതിന്റെ ന്യായീകരണവും തമ്മിലുള്ള അദൃശ്യബന്ധത്തെ ദൃശ്യപ്പെടുത്തുക എന്നുള്ളതാണ് സാംസ്കാരിക വിമർശകരുടെ ദൗത്യം. രാഷ്ട്രീയ പൗരത്വങ്ങൾക്ക് പകരം മതപൗരത്വം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് രാജ്യത്തുള്ളത്. പാഠപുസ്തകങ്ങളുടെ നിർമ്മിതി, യോഗ പരിശീലനം, റോഡുകളുടെ പുനർനാമകരണം, ഭഗവത്ഗീതയെ ദേശീയ ഗ്രന്ഥമാക്കൽ തുടങ്ങി സ്റ്റേറ്റ് നടപ്പാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഇത് പ്രകടമാണ്. അതുവഴി ദേശീയതയ്ക്ക് നമുക്ക് പരിചയമില്ലാത്ത പുതിയ വർണ്ണം നൽകുകയാണ്. നേരത്തെ ഇത്തരം വർഗീയ ജൽപ്പനങ്ങൾ ഹിന്ദുത്വവാദികളിലെ മതഭ്രാന്തരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. കെ.എൻ. പണിക്കർ മാഷ് എഴുതിയതിലെ ആ തുടങ്ങി എന്നുള്ളതിൽ പാദപൂജ അടക്കം ഇനി എന്തൊക്കെ വന്നു ചേരുമെന്നിപ്പോൾ പറയാനാവില്ല. കുന്തംകുളം ഭാഗത്ത് വെള്ളാവണയ്ക്ക് കണ്ടമാനം വളരുന്നത് കണ്ടപ്പോൾ അവിടെ മഞ്ഞപ്പിത്തം വരാനിടയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ധാരാളമായി മഞ്ഞപ്പിത്തം കണ്ടു തുടങ്ങി. വെള്ളാവണക്കിന്റെ കൂമ്പും മറ്റു ചില മരുന്നുകളും ചേർത്ത് കഴിച്ചാൽ ഈ രോഗം ഭേദപ്പെടും. ചങ്ങമ്പള്ളി കുഞ്ഞാലൻ ഗുരുക്കൾ കെ.എം. വേണുഗോപാലുമായി ഒരഭിമുഖത്തിൽ പങ്കുവച്ചതാണിത്. ആനക്കാര്യത്തിൽ എന്ത് ചേനക്കാര്യമെന്ന് ചോദിക്കുന്നവർ ഏത് കാര്യത്തിലും അനിവാര്യമാണെങ്കിൽ ആനയ്ക്കും ചേനയ്ക്കും കാര്യമുണ്ടെന്നും ഓർക്കണം. പറഞ്ഞുവന്നത് പാദപൂജയുടെ കാര്യത്തിലും വേറൊരർത്ഥത്തിൽ ചങ്ങമ്പള്ളി കുഞ്ഞാലൻ വൈദ്യർ പങ്കുവച്ച ആശയം ഒരു ചെറിയ ഭേദഗതിയോടെ പാദപൂജ ആദി സംഘപരിവാർ സാംസ്കാരിക യുദ്ധത്തിലും പ്രസക്തമാണെന്നാണ്. സ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പേരുമാറ്റൽ, മഹാന്മാരെ പിടിച്ചെടുത്ത് സ്വന്തമാക്കൽ, ചരിത്രം തിരുത്തൽ, വ്യത്യസ്തതകളെ വിരോധങ്ങളാക്കൽ, പാഠപൂജ ആദി ആചാരങ്ങളുടെ ആദർശവൽക്കരണം തുടങ്ങി ചങ്ങമ്പള്ളി കുഞ്ഞാലൻ വൈദ്യർ കുന്നംകുളത്തൊരു പ്രത്യേക സമയത്ത് വ്യാപകമായി വളരുന്നത് കണ്ട ആ വെള്ളാവണക്ക് പോലെ ഇപ്പോൾ മുമ്പില്ലാത്ത വിധം ഇന്ത്യയിൽ ആകമാനം പലവിധത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പാദപൂജയടക്കമുള്ള പ്രത്യക്ഷ പ്രച്ഛന്ന ജാത്യാചാരങ്ങൾ മഞ്ഞപ്പിത്തത്തേക്കാൾ മാരകമായ സാംസ്കാരിക രോഗത്തിന്റെ അടയാളങ്ങളാണ്. എന്നാൽ ആ വെള്ളാവണക്ക് വരാനിരിക്കുന്ന രോഗത്തെക്കുറിച്ചുള്ള താക്കീതായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാണ് അസൽ ഭാരതീയ സംസ്കാരം എന്ന പരസ്യത്തോടെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാദപൂജാദി ചാതുർവർണ്ണി ആചാരങ്ങൾ വരാനിരിക്കുന്ന ഏതോ വിപത്തിന്റെയല്ല, വന്നുകഴിഞ്ഞതും വളർന്നുകൊണ്ടിരിക്കുന്നതുമായ വിപത്തിന്റെ ഭാഗമാണ്. ആ വെള്ളാവണക്കിൽ രോഗത്തിനുള്ള മരുന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ജാതിഭൂതത്തെ കൊണ്ടാടുന്ന പാദപൂജാദി ആചാരങ്ങളിൽ ആ വിധം ഒരു മരുന്നുമില്ലെന്ന് മാത്രമല്ല, ജനതയുടെ സ്വതന്ത്ര ജീവിതത്തെ വിഷമയമാക്കുന്ന ചില മൗലികമായ ചില ആശയങ്ങളുണ്ട് താനും. അതിലൊന്നാമത്തേത് വിദ്യാഭ്യാസത്തിന്റെ 4 തൂണുകളിൽ പ്രധാനപ്പെട്ട ഒരുമിച്ച് ജീവിക്കാനുള്ള പരിശീലനത്തെ പൊളിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത്ര തന്നെ പ്രധാനപ്പെട്ടതാണ് ചില പ്രത്യേക ആചാരാദികൾക്ക് സർക്കാർ സഹായത്തോടെ യോഗ്യതപട്ടം ചാർത്തുന്ന പ്രവർത്തനം. അവസാനമായി ഇതിനെയൊക്കെ രാജ്യസ്നേഹം, രാജ്യദ്രോഹം, ദേശീയം, ദേശവിരുദ്ധം എന്നതിലേക്ക് ഉദ്ഗ്രഥിക്കലാണ്. നവഫാഷിസം ആഘോഷിക്കുന്ന മേൽക്കോയ്മ ദേശീയതയുടെ വിളംബരമാണ് പാദപൂജയെന്ന് മനസ്സിലാക്കാൻ പാദപൂജ പ്രചാരണത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന BVN അഥവാ ഭാരതീയ വിദ്യാനികേതന്റെ ഇത് സംബന്ധമായ പ്രചാരണങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ഭാരതീയ വിദ്യാനികേതന്റെ സംസ്ഥാന അധ്യക്ഷനും സംഘദൈക്ഷണികനുമായ P. ഗോപാലൻകുട്ടി മാസ്റ്റർ ജന്മഭൂമിയിൽ എഴുതിയ ഗുരുപൂജയും അനാവശ്യ വിവാദങ്ങളും എന്ന പ്രബന്ധത്തിന്റെ ഒറ്റവാക്യ സംഗ്രഹം പാദപൂജാ വിമർശം രാഷ്ട്രസ്വത്വത്തെ തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് എന്നതിലൊതുങ്ങും. അദ്ദേഹം ജന്മഭൂമിയിൽ എഴുതിയത് വ്യാസജയന്തി ദിനത്തിൽ ലോകഗുരുവായി വ്യാസഭഗവാനെ പൂജിക്കാനും ആ പരമ്പരയെ സ്മരിച്ച് മുഴുവൻ ഗുരുക്കന്മാരെയും പൂജിക്കുവാനും സംസ്കാരസമ്പന്നരും സ്വത്വബോധമുള്ളിലുണർന്നവരുമായ വ്യക്തികൾക്ക് തീർച്ചയായും സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. ഭാരതം വിശ്വഗുരുവാണ് എന്നൊരു സങ്കുചിത ആശയത്തിന്റെ വലിച്ചുനീട്ടലിനപ്പുറം ഇതിലൊന്നുമില്ല. നാം ഇന്ന് ജീവിക്കുന്ന ലോകം അസംഖ്യം അന്വേഷകരുടെയും പ്രക്ഷോഭകാരികളുടെയും വൈവിധ്യപൂർണമായ ആശയാദർശങ്ങളുടെയും സംയുക്ത ഫലമാണെന്നിരിക്കെ അതൊരൊറ്റ രാജ്യത്തിന്റെ മാത്രം കണക്ക് പുസ്തകത്തിൽ വരവുവയ്ക്കുന്നതിന്റെ അനൗചിത്യമാണിവിടെ വെട്ടിയിട്ട ഒരു മരത്തടി കണക്ക് മുറിഞ്ഞുകിടക്കുന്നത്. ഒരു മഹാനെ ചരിത്രപുരുഷനായും ഭഗവാനായും കാണാനോ കാണാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനു പകരം ഞങ്ങൾ കൽപ്പിക്കും, നിങ്ങൾ അനുസരിക്കണമെന്ന മട്ടിലുള്ള അവതരണങ്ങളെ ജാതി മേൽക്കോയ്മയ്ക്ക് കീഴുതങ്ങാത്ത ആരും വകവയ്ക്കില്ല. എത്ര ശുദ്ധജലം ആദരണീയരായ ആചാര്യന്മാരുടെ കാലിൽ ഒഴിച്ചാലും അതിൽ നിന്നും മേൽക്കോയ്മ ദേശീയതയുടെ അഴുക്കിന്റെ മണമൊലിച്ചു പോവില്ല. ഗുരുക്കന്മാരുടെ കാല് കഴുകാൻ താൽപ്പര്യമില്ലാത്തവരെ മുഴുവൻ സമാജശത്രുക്കളും രാഷ്ട്രദ്രോഹികളും അസൂയാലുക്കളുമായി മുദ്രകുത്തുന്ന കാഴ്ചപ്പാടാണ് സത്യത്തിൽ അസഹിഷ്ണുതയെ സ്വന്തം ആദർശമാക്കുന്നത്. എന്നിട്ടും സംഘദൈക്ഷണികർ ആ കുറ്റവും കെട്ടിവെട്ടുന്നത് ജനായത്ത കാഴ്ചപ്പാടിന്റെ ശിരസിലാണ്. സംശയാലുക്കൾ ഗുരുപൂജയും അനാവശ്യ വിവാദങ്ങളും എന്ന പ്രബന്ധത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം വായിച്ചാൽ മതിയാവും.
മുമ്പൊരു മനുഷ്യൻ തനിക്ക് ചുറ്റും മാത്രം കറങ്ങി സ്വയം പലവിധ ജൽപ്പനങ്ങളിൽ മുഴുകി നടന്നു പോകുകയായിരുന്നു. അങ്ങനെയിരിക്കെ തന്റെ കാവ്യധ്യാദാനത്തിൽ നിന്നും ഗുരുകുലത്തിൽ നിന്നും ഒരു ജനത പുറത്തുകടന്ന് നിവർന്നു നിന്ന് മുന്നേറിയത് ഒരു ആചാര്യന്റെയും കാലുകഴുകിയിട്ടല്ല. നിരവധി അധിനിവേശ കടമ്പകൾ പിന്നിട്ടാണ് അടിസ്ഥാന ജനവിഭാഗങ്ങൾ വിദ്യ സ്വന്തം അവകാശമാണെന്ന തിരിച്ചറിവിലേക്ക് വളർന്നത്. സിൽക്കല്ലൂസൻ ഒരു നായുടെ തിരിച്ചടി എന്ന കവിതയുടെ സ്വതന്ത്ര സംഗ്രഹം ഒന്നിനും വേണ്ടിയല്ലാതെ ഓർമ്മയിൽ നിന്നും. വിദ്യാധ്യാനത്തിൽ നിന്നും ഗുരുകുലത്തിൽ നിന്നും ഒരു ജനത പുറത്തുകടന്ന് നിവർന്നു നിന്ന് മുന്നേറിയത് ഒരു ആചാര്യന്റെയും കാലുകഴുകിയിട്ടല്ല. നിരവധി അധിനിവേശ കടമ്പകൾ പിന്നിട്ടാണ് അടിസ്ഥാന ജനവിഭാഗങ്ങൾ വിദ്യ സ്വന്തം അവകാശമാണെന്ന തിരിച്ചറിവിലേക്ക് വളർന്നത്. പ്രസ്തുത സങ്കീർണ സമരപ്രക്രിയയെ ആകെ ആചാര്യന്മാരിലേക്കോ വിദ്യാലയങ്ങളിലേക്കോ ആചാരങ്ങളിലേക്കോ വെട്ടിയൊതുക്കാനാവില്ല. മാഷന്മാരുടെ കാലിലൊഴിക്കാൻ വെച്ച വെള്ളം അടുപ്പത്ത് തന്നെ വയ്ക്കുന്നതാവും നല്ലത്. ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ ആത്മകഥം കെ സച്ചിദാനന്ദന്റെ കവിത ഇങ്ങനെയാണ്: ഞങ്ങളുടെ ഉണർച്ചകളുടെ കടലാക്രമണം തടയാൻ നിങ്ങൾ കപടചരിത്രങ്ങളും പുറംപരിഷ്കാരങ്ങളും കൊണ്ട് പാഴ്ചിറ കെട്ടുന്നു. നിങ്ങൾ ഒരിടത്ത് ഞങ്ങളുടെ ചിന്തയുടെ പഴുതടയ്ക്കുമ്പോൾ മൂന്നിടത്ത് അത് ഒന്നിച്ച് ചോദ്യങ്ങൾ തെറിപ്പിച്ച് വരമ്പ് മുറിക്കുന്നു. വാക്കുകളെ ജീവിതത്തിൽ നിന്ന് അടർത്തിമാറ്റുന്ന നിങ്ങളുടെ ചതിയും ഗ്രന്ഥങ്ങൾ വലിച്ചെറിഞ്ഞ് ഞങ്ങൾ വലിയ വായനശാലകളിലേക്ക് പോകുന്നു. ഞങ്ങൾ ശരിയായ പുസ്തകങ്ങൾ വായിക്കുന്നു. ഞങ്ങൾ ത്രിവർണ പുറംചട്ടമാറ്റി ഇന്ത്യയെ നഗ്നമായി വായിക്കുന്നു. നിങ്ങൾ തുണ്ടം തുണ്ടമാക്കി മുറിച്ച ജീവിതത്തെ ഒന്നിച്ചു കൂട്ടിവെച്ച് ഞങ്ങൾ മുഴുവനും തപ്പിത്തപ്പി വായിച്ചെടുക്കുന്നു. പഠനമുറികളിലും പരീക്ഷണശാലകളിലും പണിശാലകളിലും ഇരുന്ന് ഞങ്ങൾ ഭാവിയുടെ ജാതകം ഗണിക്കുന്നു.